ഹായ് ഫ്രണ്ട്സ്, സാപ്പിണി മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ക്രൈം ത്രില്ലർ സീരീസുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിന്ദി സീരീസുകളാണ്. ഏതൊക്കെ സീരീസുകളാണെന്ന് നോക്കാം. നമുക്ക് രണ്ടെണ്ണം ഉണ്ട്, കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്താണ്. രണ്ട് സീരീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ സീരീസ് എന്നുള്ളത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ലവ് കിൽസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 6 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. സോണി ലീവിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. 4 കൊലപാതകങ്ങൾ ചെയ്ത ഒരു ദേശീയ സീരിയൽ കില്ലറുടെ കഥയാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണ് ഈ ഒരു സീരീസിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വിദേശത്ത് വന്നൊരു ഒരാള് ഒരു ഡോക്യുമെന്ററി നടത്തുന്നത് ഈ ഒരു 4 കൊലപാതകങ്ങളെ കുറിച്ചുള്ള ഡോക്യുമെന്ററി നടത്തുന്നതും അതിന്റെ റിയൽ ഇൻസിഡന്റും അതുകൂടാതെ ഡോക്യുമെന്ററിയും കാര്യങ്ങളൊക്കെ അവരുടെ അഭിമുഖങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസ് ആണ്. 6 എപ്പിസോഡുകളാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാൻ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ എൻഗേജിങ് ആയിരുന്നു സീരീസ് ഉള്ളത്. പിന്നെ ഈ 6 എപ്പിസോഡ് ഒറ്റയിരുപ്പിന് കണ്ടു തീർത്ത ഒരു സീരീസ് കൂടിയാണ് ഈ ഒരു സീരീസ്. ഒരു നോൺ ഫിക്ഷണൽ ഡ്രാമ ട്രൂ ഇൻസിഡന്റ് സ്റ്റോറിയാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. 6 എപ്പിസോഡുകളാണുള്ളത്. ഏകദേശം 40-45 മിനിറ്റുകൾ അടങ്ങുന്ന എവറേജ് ഡ്യൂറേഷൻ വരുന്ന 6 എപ്പിസോഡുകളാണ്. ഏകദേശം 4.5 മണിക്കൂർ എടുത്ത സീരീസിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പം ടെക്നിക്കൽ പരമായിട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സീരീസ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഡോക്യുമെന്ററി സീരീസ് കാണുന്ന ആ ഒരു ഇതിൽ കാണാം. പക്ഷെ പിന്നെ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ പിടിച്ചിരുന്നത് എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. സോണി ലീവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും കണ്ടു നോക്കുക. ഈ ഒരു സീരീസിന്റെ പേര് വരുന്നത് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ലവ് കിൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രണ്ടാമത്തെ സീരീസ് ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്ത സീരീസ് ആണ്. ഹിന്ദി സീരീസ് ആണ്. കുൽ ദ ലെഗസി ഓഫ് റൈസിംഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലും മലയാളം അടക്കമുള്ള ഭാഷയിൽ അവൈലബിൾ ആണ് ഒരു സീരീസ്. മൊത്തം 8 എപ്പിസോഡുകളാണ്. 30-35 മിനിറ്റ് എവറേജ് ഡ്യൂറേഷൻ വരുന്ന 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഒരു സീരീസിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവ് പറഞ്ഞാൽ പിന്നെ രാജാവിന് 3 വയസ്സായിട്ടുള്ള രാജാവായിരിക്കും. ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ പിന്നെ രാജാവിന് 3 മക്കളുണ്ടാവും. അവരുടെ ആ പാലസിൽ പിന്നെ ഇളയ മകള് ആ പാലസ് ഒരു ഹോട്ടലാക്കിയിട്ട് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ആ ഒരു പിന്നെ സംഭവം ഒരു ബിസിനസ് പരമായിട്ട് ചിന്തിക്കുന്ന സംഭവമായിരിക്കും. പക്ഷെ രാജാവ് അതിന് സമ്മതിക്കില്ല. ഈ രാജാവിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു ക്രൈം നടക്കുകയാണ് ആ കൊട്ടാരത്തിൽ വെച്ചിട്ട്. പിന്നീട് ആ കൊട്ടാരത്തിലാണ് സിനിമയുടെ ഈ ഒരു സ്റ്റോറി എന്നുള്ളത് മൊത്തം ആ ഒരു കൊട്ടാരത്തിലാണ്. പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആ കൊട്ടാരത്തിൽ നിന്ന് തന്നെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ് ഈ ഒരു സീരീസ് ഉള്ളത്. എനിക്ക് ഈ എന്താ പറയാ വലിയ രീതിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു സീരീസ് കൂടിയായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഡബിങ് വളരെ മോശമായിരുന്നു. ഞാൻ തമിഴ് ഡബിങ് കാണേണ്ടത്. മലയാളം പറ്റ ക്ഷീണമാണ്. തമിഴ് പിന്നെ ഓക്കെ ആയിരുന്നു. അത് ഹിന്ദിയാണ് കേട്ടോ. ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി കാണാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ മലയാളം പറ്റ ക്ഷീണമായിരുന്നു. ഡബിങ് കൊടുത്തവരെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചിരി വരും. ഇവർ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അത് വളരെ മോശമായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വരുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള സീരീസുകളൊക്കെ മലയാളം തമിഴ് ഡബ്ബൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൾക്കാർ കാണുന്ന ഹിന്ദി സീരീസുകളൊക്കെ തമിഴ് ഡബിലും മലയാളം ഡബിലും ഒക്കെ ആൾക്കാർ കാണുന്നവരുണ്ട്. എന്നെ പോലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഡബ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ടെക്നിക്കൽ പരമായിട്ടൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സ്റ്റോറി കഥ പോകുന്നത് വലിയൊരു എന്താ പറയുക, ആർക്കോ വേണ്ടി പോകുന്നത് പോലെ ഒരു എന്താ പറയുക തിരക്കഥയൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവർക്ക് ശരിക്കും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ കൊണ്ടുപോകായിരുന്നെങ്കിൽ വളരെ മികച്ച ഒരു സംഭവം ചെയ്തു വെക്കാവുന്ന ഒരു പ്ലോട്ടായിരുന്നു ആ ഒരു സംഭവം എന്നുള്ളത്. പക്ഷേ അതിൽ പൊളിറ്റിക്സ് മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അവർ കുറേ ഈ കുടുംബപരമായിട്ടുള്ള കുറേ സംഭവങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മപ്പാസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കുത്തിക്കയറ്റി വളരെ മോശം രീതിയിലായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. എനിക്ക് തീരെ ലൈക്കാകാത്തൊരു സീരീസാണ് കുൽ ദ ലെഗസി ഓഫ് റൈസിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് ഉള്ളത്. ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. സമയമുണ്ടെങ്കിൽ വെറുതെ വെക്കാനുള്ള കുറേ സമയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഗ്രേ ലവ് കിൽസ് ആണ് ഒരു സീരീസ്. എനിക്ക് വളരെ മികച്ച ഒരു സീരീസ് ആയിട്ട് തോന്നി. എന്തായാലും കണ്ടു നോക്കുക. ഇതിനോടൊപ്പം തന്നെ ഈ 2 സീരീസുകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും